കാട്ടാന ശല്യത്തിൽ നിന്ന് ജീവനും കൃഷിയിടവും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരുടെ പ്രതിഷേധം. ഇടുക്കി വണ്ണപ്പുറം കവളങ്ങാട് പഞ്ചായത്ത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാട്ടിലിറങ്ങി താണ്ഡവമാടുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന അധികാരി വർഗങ്ങളോട് ഇതിനെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട് മനുഷ്യജീവന സംരക്ഷണം നൽകുന്നതിനും മനുഷ്യജീവന അപകടം വിതച്ചുകൊണ്ടും കൂട്ടമായി ആളുകൾ കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങിയിരിക്കുകയാണ്. ഇതിനെല്ലാം ശാശ്വത പരിഹാരം തേടേണ്ടവർ വണ്ണപ്പുറം പഞ്ചായത്തിലെ മുള്ളരിങ്ങാട് ചുള്ളിക്കണ്ടം അമീൻ തൊട്ടി നിവാസികളും കവളങ്ങാട് പഞ്ചായത്തിലെ ആളുങ്കൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് യാസർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവർ അവരുടെ ഭൂമിയിൽ ചെയ്യുന്ന കൃഷികളൊന്നും വിളവെടുക്കാൻ സാധിക്കാതെ വന്യമൃഗങ്ങൾ, കാട്ടാനകൾ ഉൾപ്പെടെയുള്ളവർ നശിപ്പിക്കുമ്പോൾ ജീവിക്കുവാൻ, തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ, തങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കാൻ, ഭർത്തായ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുവാൻ അവർ വേറെ ജീവിതമാർഗം തേടുന്ന വളരെ ദയനീയമായ ഒരു ചിത്രം ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലമുള്ള കർഷകർ കാട്ടാന ശല്യത്താൽ വീടും സ്ഥലവും ഉപേക്ഷിച്ച് അന്യനാട്ടിലേക്ക് പലായനം ചെയ്യുകയാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സിബി മാത്യു പറഞ്ഞു. പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ച് സൈജൻ ചാക്കോ, ഫാദർ ജെയിംസ് ചുരത്തൊട്ടി, ജോൺസൺ കറുകപ്പള്ളി, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉല്ലാസ് ജോജോ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് കർഷകരും നാട്ടുകാരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.